ഹലോ, ഇനി നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈസി ആണ്ടോ ചെയ്യാം, ഒത്തിരി സമയമൊന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. പഴുത്ത പഴം തന്നെ എടുക്കാം, നല്ല പഴുത്തതാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ ചെറിയൊരു കറച്ചൊവ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ടേസ്റ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മൈദ ചേർത്തോളൂ. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര അവസാനം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്താലും മതി. അപ്പോൾ ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതെ, ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. പഴം നന്നായിട്ട് അരഞ്ഞ് ആ ഗോതമ്പ് പൊടി ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനിയും പൊടി ഇടാനുണ്ട്, ഇത് മതിയാവില്ല. നമ്മളൊന്ന് വേഗം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൊടി മാത്രം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ വീണ്ടും 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാൽ ഏകദേശം എടുത്തിട്ടുണ്ട്. മൊത്തം ഒരുമിച്ച് ഒഴിക്കണ്ട, നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ കുറച്ചും കൂടി വേണം തോന്നുകയാണെങ്കിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്നും കൂടി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും ചെയ്യാൻ, പിന്നെയും നമ്മൾ പൊടിയൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. സ്പൂണിൽ നിന്ന് അതങ്ങനെ എളുപ്പം വീഴാൻ പാടില്ല. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ കൈ വെച്ചിട്ട് ഇത് നുള്ളി ഇടുക ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കോരി ഇടുക ചെയ്യുക. അപ്പോൾ ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1-1.5 ടേബിൾ സ്പൂൺ എള്ള് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എള്ളും കൂടെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഇതിൽ അപ്പക്കാരം ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഴവും മുട്ടയൊക്കെ ചേർത്തല്ലേ, നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ ഇനി ഇത് എടുത്ത് വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇതുപോലെ കുറച്ചായിട്ട് കയ്യിലെടുത്തിട്ട് നുള്ളിയിട്ട് കൊടുത്താൽ മതി. വേഗം ചെയ്യാൻ പറ്റും. ഒരു സൈഡിൽ നിന്ന് കുറച്ചൊന്ന് കോരിയിട്ടാൽ മതി. വളരെ സൈസ് ചെറുതാക്കി ചെയ്യാണ് നല്ല ഭംഗി ഉണ്ടാവുക, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ വയ്യാന്നാണെങ്കിൽ സ്പൂണിൽ കുറച്ച് കോരിയിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് അധികം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരം ഒന്നും വേവേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ ബോൾ മാതിരി ഇങ്ങനെ മുകളിലോട്ട് വരും കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് കളർ ഇതേ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളറ് മതി. നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതെടുത്തിട്ട് നേരെ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കാം. ഇത്തിരി ഓയിൽ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും, അല്ലാതെ ഉള്ളിൽ അങ്ങനെ എണ്ണയൊന്നും കയറില്ല. അപ്പോൾ എല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചൂടാറിക്കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ 2 നേന്ത്രപ്പഴം വെച്ച് ചെയ്താൽ തന്നെ അത്യാവശ്യം കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേരേ ഇല്ലെങ്കിൽ 1 നേന്ത്രപ്പഴം വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ദേ ഈ ബാച്ച് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. ഇതുപോലെ മുമ്പ് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.